അതിപരിശുദ്ധമായ നാമമായിട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തത്, ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിനോ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ സംസാരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തിന്റെ വിശദീകരണ അടിസ്ഥാനത്തിലേക്കും നമ്മളുമായിട്ട് ഈ വചനം എത്രമാത്രം താരതമ്യം ചെയ്യാം, നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപാടുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, മിസ്രയീമിൽ അടിമത്തത്തിൽ കിടന്ന ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മോശയെ ദൈവം തന്റെ പ്രവാചകനായി, തന്റെ ഇടയനായി, തനിക്ക് പകരമായിട്ട് എന്ന് പറഞ്ഞാൽ യഹോവയെ ദൈവത്തിന് പകരമായി മിസ്രയീമിൽ ഫറവോനോട് സംസാരിക്കുവാൻ വേണ്ടി മോശയെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കാരണം 430 വർഷം മിസ്രയീമിൽ അടിമകളായി കിടക്കുന്ന ജനത്തിന്റെ പീഡ, അവരുടെ കണ്ണുനീർ, അവരുടെ കഷ്ടത നമ്മുടെ കർത്താവ് കണ്ടപ്പോൾ അവരോട് സഹതാപം തോന്നി, മനസ്സലിവ് തോന്നിയാണ്. പിന്നെ അബ്രഹാമിന്റെ വാക്തത്വമാണ് അവരെ ഞാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ആ വാക്തത്വം നിറവേറാൻ വേണ്ടിയിട്ടാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത്. മോശയെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? മോശയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, മോശയ്ക്ക് മിസ്രയീമിലെ സകല വിദ്യകളും അറിയാം. മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരനായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ മോശയെ 3 മാസം ഒളിപ്പിച്ച് പാർപ്പിച്ചു. അതിനുശേഷം കഴിയാതെ ഒഴിഞ്ഞപ്പോൾ ഞാങ്ങണ പെട്ടകത്തിൽ നദിയിൽ ഒഴുക്കി ഫറവോന്റെ പുത്രിയും തോഴിമാരും കൂടെ നദിയിൽ വന്നപ്പോൾ, നൈൽ വന്നപ്പോൾ ഈ പെട്ടകത്തിൽ കണ്ട കുട്ടിയെ എടുത്ത് ആ മോശെ ഫറവോന്റെ പുത്രിയുടെ മകനെ പോലെ കൊട്ടാരത്തെ വളർത്തി. അപ്പം ഫറവോന്റെ കൊട്ടാരത്തിലെയും മിസ്രയീമിലെയും സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലൊക്കെ നല്ല സമർത്ഥനാണ്. അപ്പോൾ തന്നെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് വളരെ കരുതലുള്ളവന്. അത് തന്റെ അമ്മയിൽ നിന്ന് മോശ ആമേലിയ കേട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ സഹോദരി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ മോശയ്ക്ക് തന്റെ ജനത്തോടുള്ള കരുതലും ഒക്കെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് മോശയെ തന്നെ തെരഞ്ഞെടുത്തത്. കാരണം മോശയ്ക്ക് മിസ്രയീമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെ തെരഞ്ഞെടുത്ത മോശ ഇസ്രായേലിനെ വിടുവിക്കുവാൻ, അല്ലെ അവിടുന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ മിസ്രയീമിലേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ മോശ ഒരുപാട് ഒഴിവുകഴിവുകളാണ് ദൈവത്തോട് പറയുന്നത്. നമ്മൾ പറയുന്ന പോലെ ഹല്ലേലൂയ. നമ്മളിൽ ചില ദൗത്യങ്ങളൊക്കെ കർത്താവ് ഏൽപ്പിക്കും, നമ്മൾ ഒരുപാട് ഒഴിവുകഴിവ് പറഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ എന്താണ് ഒഴിവുകഴിവ് പറഞ്ഞേ? പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മോശ യഹോവയുടെ കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച് നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. മോശ പറയാണ്, നീ മുമ്പേ തന്നെ എന്നോട് സംസാരിച്ചതിന് മുമ്പും ഞാൻ അല്ലെങ്കിൽ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെ മിസ്രയീമിൽ ചെന്ന് ഫറവോനോട് ഈ കാര്യം പറയും? ഞാൻ പറഞ്ഞ ആ വാക്കുകൾ പൂർത്തീകരിക്കണ്ടേ? വിക്കുള്ളതുകൊണ്ടൊരു കഴിയില്ല എന്നൊക്കെ മോശ ഹല്ലേലൂയ യഹോവയോട് പറയാം. നമ്മുടെ കർത്താവ് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാണ്, അല്ല ഊമിനെയും ചികിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാണ്. യഹോവയെ ഞാൻ അല്ലയോ? ആകയാൽ നീ ചെല്ലുക. യഹോവയെ ദൈവം മോശയോട്, നീ തന്നെ ചെല്ലണം. അപ്പൊ മോശയുടെ കഴിവുകേട് മനസ്സിലാക്കിയ ദൈവം മോശയുടെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹരോനെ മോശയുടെ വാക്താവായിട്ട് തെരഞ്ഞെടുക്കുക, മോശയ്ക്ക് പകരം സംസാരിപ്പാൻ. ആ വാക്കാണ് ആ വചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ലേവ്യനായ അഹരോൻ നിന്റെ സഹോദരനല്ലയോ? അവൻ നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു.
മോശ എതിരേൽപ്പം പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. അപ്പൊ അഹരോൻ മോശയെ കാണുമ്പോൾ ഈ ഹൃദയത്തിലൊരു ആനന്ദം. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ, നാം നമ്മുടെ കൂട്ടുപ്രവർത്തകരെ കാണുമ്പോൾ, സഹവിശ്വാസികളെ കാണുമ്പോൾ, നമുക്ക് വേണ്ടി കണ്ണുനീരോടെ ഇടിവി നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കാണുമ്പോൾ, ഹല്ലേലൂയ, അവർ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ, അവർ നമ്മളെ ദൂരെ വെച്ച് കണ്ട് നമ്മളെ എതിരേൽക്കാനായിട്ട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആനന്ദം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ ഒരുപാട് ദൈവദാസന്മാരുടെ കുറ്റങ്ങളും ആമിക്കുറവുകളൊന്നും സംസാരിക്കാനൊന്നും പോകാത്ത വ്യക്തിയാണ്. കാരണം എനിക്കൊരുപാട് കുറ്റങ്ങളുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ള കുറ്റം നോക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ തന്നെ മറ്റ് സഭയിലെ വിശ്വാസികളുടെ ഭവനത്തിലേക്ക് ചെന്ന് ആരുടെയും കുറ്റങ്ങൾ വിളമ്പുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ദൈവദാസന്മാരുടെ വീടുകൾ കയറി വിശ്വാസികളെ കുറ്റം പറയാനും, വിശ്വാസികളുടെ വീടുകൾ കയറി ദൈവദാസന്മാരുടെ കുറ്റം പറയാനും ഞാൻ പോയിട്ടില്ല, പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ ചില ദൈവദാസന്മാർ കാണുമ്പോൾ തല കുനിച്ചു പോകും. അല്ലെങ്കിൽ നമ്മളവരെ എതിരേൽപ്പാനായിട്ട് കന്നുകീരിക്കുക, അല്ലെങ്കിൽ പക്ഷെ ആ പാസ്റ്റർ നമ്മളെ എതിരേൽക്കാനായിട്ട് ഒരുങ്ങുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം. പക്ഷെ അവരെന്തോ നമ്മളെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ അവർ വലിയ പുള്ളികളാണെന്നുള്ള അവർ പോകും. പക്ഷെ ഞാനതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം വചനം ഇവിടെ കിടക്കുന്നുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ ആർക്കും ദോഷം ചെയ്തിട്ടില്ല. ഞാൻ ആർക്കും ദോഷം ചെയ്യാറുമില്ല, എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. പ്രൈസ്. ആവശ്യമുള്ള ദോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വരുത്തി കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണം. എല്ലാത്തിനോട് കർത്താവ് കണക്ക് ബോധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കണക്കിൽ ചോദിക്കുമ്പോൾ എല്ലാം നമ്മൾ മറുപടി കൊടുക്കണ്ടേ. അവിടെ ചെറിയ ഭയമുണ്ട് ആ രീതിയിൽ. അപ്പൊ ഇവിടെ മോശയോട് കർത്താവ് പറയുക, നിന്റെ സഹോദരനായിരിക്കുന്ന അഹരോൻ നിന്നെ എതിരേൽപ്പാൻ ഹല്ലേലൂയ വരുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ എതിരെ പുറപ്പെട്ടു വരുന്നു. നീ അവനെ കാണുമ്പോൾ, നിന്നെ കാണുമ്പോൾ, നീ അവനെ കാണുമ്പോൾ, അവൻ നിന്നെ കാണുമ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണം, നിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണം. ആ ഒരു നിലയിലേക്ക് നമ്മുടെ ജനം വന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷമായനെ. അത് ഈ മോശയോടും അവരുടെ ബന്ധത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത്, നിന്റെ സഹോദരനെ കാണുമ്പോൾ, നിന്റെ സഹോദരിയെ കാണുമ്പോൾ, നിന്റെ മാതാപിതാക്കളെ കാണുമ്പോൾ, നിന്റെ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ, നിന്റെ അയൽവാസിയെ കാണുമ്പോൾ നിനക്ക് അവരോട് സന്തോഷം ഉണ്ടാകും. അവരെ കണ്ട് ഒരു സ്നേഹചുംബനം കൊടുക്കുവാനും, ഒരു നല്ല ഫ്രൈസ്തലോടൊക്കെ കൈമാറുവാനും, ഒരു നല്ല ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് പരസ്പര സ്നേഹമുള്ള ഹൃദയം അവിടെ പങ്കുവയ്ക്കുന്നതാണ് ദൈവത്തിനിഷ്ടം. ഒരുപക്ഷെ നിങ്ങളുടെ കുറവുകളെ ഒരുപക്ഷെ അറിയാവുന്ന ദൈവം ഒരുപക്ഷെ നിങ്ങളെ സമീപിപ്പാൻ, നിങ്ങളെ എതിരേറ്റ് വരുന്ന ആ വ്യക്തിയിലൂടെ ആയിരിക്കും പക്ഷേ അതിനൊരു നീക്കം തരുന്നത്. നമുക്കറിയത്തില്ല ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മോശ വാക്സാമർത്ഥ്യമുള്ളവനല്ല, തടിച്ച നാവുള്ളവനാണ്. മിസ്രൈമിൽ ചെന്ന് ഫറവോനോട് സംസാരിക്കുവാൻ മോശയുടെ കഴിവുകേട് മനസ്സിലാക്കി യഹോവയായി ദൈവം അഹരോനെ മോശയുടെ വാർത്താവായി അയച്ചെങ്കിൽ, പുതിയ നിയമസഭയോട് പറയട്ടെ, നമ്മളും വാക്സാമർത്ഥ്യമില്ലാത്തവരും തടിച്ച നാവുള്ള മോശയെ പോലെയൊക്കെ വിവിധ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഒരാളിന്റെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരാളോട് നമുക്ക് സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. സഭയിലൊരു ശുശ്രൂഷ തന്ന സഭാ കമ്പം കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് പോലും പ്രസംഗിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മോശയ്ക്ക് പകരം സംസാരിപ്പാൻ യഹോവയായ ദൈവം അഹരോനെ വാർത്താവായി ഒരുക്കിയതുപോലെ നമ്മുടെ കഴിവുകേട്, നമ്മുടെ കുറവ് കണ്ടിട്ട് നമുക്ക് പകരം സംസാരിക്കാനാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നിങ്ങൾ വാക്സാമർത്ഥ്യമുള്ളവനല്ലെങ്കിലും തടിച്ച നാമുള്ള മോശയെപ്പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, നിന്റെ കുറവുകളെ മനസ്സിലാക്കി നിനക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവം നിന്റെ ഉള്ളിൽ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നീ എപ്പോഴും പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയുടെ സൗഹൃദത്തിലായിരിക്കണം നീ ജീവിക്കേണ്ടത്. രക്തജയം. ഹല്ലേലൂയ. മോശ പറഞ്ഞ പോലെ നമ്മൾ ഭക്തികൾ ഒഴിവുകഴിവ് പറഞ്ഞ് മാറരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചില ദൈവദാസന്മാരെ വിളിക്കും, പാസ്റ്ററെ നമുക്കിന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പോയാലോ, എന്റെ പാസ്റ്ററെ എനിക്കിന്നൊരു അത്യാവശ്യമായിട്ടൊരു വഴി പോകണം, അല്ലെങ്കിൽ മോളിലെ അമ്മായിപ്പനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ദൈവദാസനെ നോക്കിയിരിക്കുക, എനിക്ക് ആശുപത്രി വരെ പോകണം,
അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയില്ല, കാലിന് ഭയങ്കര മുട്ടിൻ ചേട്ടയ്ക്ക് ഭയങ്കര വേദന. അങ്ങനെ എന്തെല്ലാം ഒഴിവുകഴിവ് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ മോശയെ പോലെ തന്നെ അല്ലൊരു പലരും ദൈവത്തിന് ഒഴിഞ്ഞു മാറുന്നത്. അല്ലേ കർത്താവ് പറയാം, നീ തന്നെ പോകണ്ട, നിനക്ക് സഹായമായിട്ട് ഞാൻ എൻ്റെ ദാസനെയും കൂടെ അയക്കുന്നുണ്ട്. നീ ചെന്ന് നീ പോകുന്നിടത്ത് നിനക്ക് സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ നിന്നോടുകൂടെ അയക്കുന്ന ദൈവത്തിന്റെ ദാസൻ, അല്ലെ നിന്നോടുകൂടെ അയക്കുന്ന ആൾ, അവർ നിനക്ക് വേണ്ടി സംസാരിക്കും. അല്ലേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലേ ഒഴിവുകഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം എന്ന് പറഞ്ഞ ഒരുതരം പിന്മാറ്റ സ്വഭാവമാണ്. എന്നാൽ ദൈവം പറയുന്ന വാക്കുകൾക്ക് നാം യെശയ്യാവിനെ പോലെ എനിക്ക് വേണ്ടി ആർ പോകും എന്ന് യഹോവ ചോദിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മോട് പറഞ്ഞാൽ അടിയൻ ഇതാ എന്ന് പറയുവാനുള്ള ഒരു നല്ല മനസ്സാണ് ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതത്തിന്റെ, ക്രൈസ്തവ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന അത് തന്നെയാണ്. അടിയൻ ഇതാ എന്ന് പറയുവാൻ കഴിയണം. ഒരു കാരണവശാലും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉപാധികൾ ഒഴിവുകഴിവ് പറഞ്ഞ് മാറാൻ വ്യവസ്ഥയില്ല. മോശയ്ക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അഹരോന്റെ സ്ഥാനത്ത് ദൈവം നമുക്ക് കൂട്ടാളിയായി, തുണയായി, നമുക്കുടെ കഴിവുകേടുകളെ, കുറവുകളെ നികത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവ മക്കൾക്കൊരിക്കലും ഒഴിവുകഴിവ് പറയുവാൻ വ്യവസ്ഥയില്ല. അല്ലേ ഇനി ഒഴിവുകഴിവ് നിങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തുള്ള നിയമലംഘനമാണ്. പ്രൈസലോ അതിന് നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസലോ ഞാൻ പറയട്ടെ, എന്നിൽ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അത് ഞാൻ ചെയ്ത് നിവർത്തിക്കും എന്നുള്ളത് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു. അവനെ അത് ഏൽപ്പിച്ചാലും അത് ചെയ്യും എന്ന് നമ്മുടെ കർത്താവിന് നമ്മളൊരു വിശ്വസ്തത വന്നതുകൊണ്ടാണ് നമ്മളിൽ അത് ഏൽപ്പിക്കുന്നത്. പക്ഷെ ആ ഉത്തരവാദിത്വത്തെ, ദൗത്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷപൂർവ്വം ഏറ്റെടുത്തിട്ട് നമ്മളത് ചെയ്യണം. ഉദാഹരണം ഞാൻ പറയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പുതിയ നിയമസഭയ്ക്ക് അന്ത്യകൽപ്പന കൊടുക്കുന്നത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളിൽ ശിഷ്യരാക്കിക്കൊള്ളി. അല്ലേ അപ്പം കർത്താവിന്റെ വചനം, സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ജാതികളോട് ഈ സന്ദേശം അറിയിപ്പാൻ, പാപത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന, പാപത്തിന്റെ ചങ്ങലയിൽ വീണ് കിടക്കുന്ന, ശാപത്തിന്റെ കെട്ടിൽ വീണ് കിടക്കുന്ന ഈ ലോക പാപസുഖങ്ങളിൽ ആറാടിയിരിക്കുന്ന ജനത്തെ വിടിവിക്കുവാൻ, സുവിശേഷം അറിയിപ്പാൻ ദൈവം നമ്മോട് പറയുമ്പോൾ ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒഴിവുകഴിവ് പറയാതെ മോശയെ പോലെ അടിയൻ ഇതാ എന്ന് യെശയ്യാവിനെ പോലെ പറയുമ്പോൾ നമ്മുടെ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ കർത്താവ് സകല ജാതി ശിഷ്യരാക്കുള്ളൂ. എന്നിട്ട് കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. അല്ലേ മോശെ നിന്നോട് കൂടെ അഹരോൻ ഇരുന്നത് പോലെ തന്നെ പുതിയ നിയമസഭയോട് പറയട്ടെ, കർത്താവ് പറയുക, എന്റെ സഹോദര സഹോദരി, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. അല്ലേ അഹരോന് മരണമുണ്ട്. അല്ലേ സ്തോത്രം. മോശയും മരിക്കും, മനുഷ്യൻ മരിക്കും. അല്ലേ എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൗത്യം എന്ന കർത്താവ് പറയുകയാണ്, ഞാൻ മരണമില്ലാത്തവനാണ്, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആദ്യനും അന്തിനുമായി ദൈവമാണ്, ഞാൻ അൽഫയും ഒമേഗയുമായ ദൈവമാണ്, ഞാൻ സർവശക്തനും സർവജ്ഞാനിയുമാണ്, ഞാൻ ആദ്യം ശാശ്വതവാസ്യമായ ദൈവമാണ്, എനിക്ക് മരണമില്ലാത്തവനാ, ഞാൻ നിന്നെ ദൗത്യമേൽപ്പിച്ച് അയക്കുമ്പോൾ ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തവൻ അവൻ യേശു കർത്താവ്. കേട്ടോ, രക്തം ചെയ്യും. ഇതിക്കുള്ള എന്താ നമുക്ക് സന്തോഷിപ്പാനുള്ളതല്ലേ? ലേലിയ. അപ്പം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം അല്ലേ. അപ്പൊ അഹരോനെ മോശയുടെ വാക്താവായി ദൈവം നിയമിച്ചു. അല്ലേലിയ. അതിനെക്കുറിച്ച് പറയുമ്പോൾ തനിക്ക് വാക്സാമർത്ഥ്യമില്ല എന്നുള്ള മോശയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവന് വേണ്ടി ഒരു വാക്താവിനെ ദൈവം നിയമിക്കുക. എന്നാൽ മോശയുടെ രണ്ടാമത്തെ തടസ്സവാദം നേതൃത്വം ഏറ്റെടുക്കാതിരിക്കുവാനുള്ള ഒരു ഒഴിവുകഴിവ് മാത്രമായിരുന്നു. അല്ലേ ഒന്ന് വാക്സാമർത്ഥ്യമില്ല,
രണ്ട്, നേതൃത്വം ഏറ്റെടുക്കുവാനുള്ള ആ പ്രശ്നം. മോശ മിസ്രയീമിലുള്ള സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ പശ്ചാത്തലത്തിൽ മോശ മിസ്രയീമ്യരുടെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്ന മോശയ്ക്ക് മിസ്രയീമിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ളത് ദൈവത്തിനറിയാം. എന്നെ കേൾക്കുന്ന പ്രിയശ്രോതാവേ, ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ് കിടക്കുന്ന, ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ജഡിക വ്യഭിചാര പരസംഗ അശുദ്ധിയിൽ വീണ് കിടക്കുന്ന, തുട്ടതയിൽ വീണ് കിടക്കുന്ന സകല ജനത്തെയും അവർ പാപങ്ങളിൽ നിന്ന് വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ കൊണ്ട് കഴിയുമെന്ന് യഹോവയായി ദൈവത്തിന് മോശയെക്കുറിച്ച് ചിന്തിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാം. നിന്നിലൂടെ അത് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിന്നെ ഈ മഹാദൗത്യത്തെ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. കാര്യസ്ഥനായിട്ട് ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിന്നിൽ സംസാരിക്കും. മാത്രമല്ല, ഞാൻ ലോകാവസാനത്തോളം നിന്റെ കൂടെയുണ്ട്. അല്ലേരി, അതുകൊണ്ട് നീ ഭൂതലത്ത് ഈ വാക്കുന്ന സകല ജനത്തോട് സുവിശേഷം പറയണം. അല്ലേരിയ, അല്ലേരിയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ ഒരിക്കലും തകർത്ത് കളയരുത്. അല്ലേരിയ. അപ്പൊ ഇവിടെ അല്ലേരിയ തിരുവഴുത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലേരിയ മോശയ്ക്ക് അല്ലേരിയ ഒരു പകരക്കാരൻ ആവശ്യം. അതിനുവേണ്ടി അഹരോനെ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ മോശയ്ക്ക് ഒരു പകരക്കാരനെ ആവശ്യം, അത് അഹരോൻ. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമുക്കൊരു പകരക്കാരനെ ആവശ്യം, അത് പരിശുദ്ധാത്മാവ്. ലേലിയ. അതെ, തകർന്നു പോകുവാനല്ല, നീ പോകുന്നിടത്ത് ലജ്ജിക്കപ്പെട്ടു പോകുവാനല്ല, നിന്ദിതനായി മാറുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആമീൻ. ദൈവം നിന്നിലൂടെ ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ നിയോഗിച്ചതാണ്. ഹല്ലേലൂയ. ദൈവസഭയെ ഉപദ്രവിച്ചും നിന്ദിച്ചും ദൈവജനത്തെ നിന്ദിച്ചും ഉപദ്രവിച്ചും അവരെ ആമീൻ ഭൂമിയിൽ തന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സാവൂളിനെ അഥവാ ശൗലിനെ ദമസ്കോസ് പടിക്കൽ വെച്ച് ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ. ആമീൻ. ശൗലിനെ ഒരു പൗലോസാക്കി മാറ്റി ദൈവം ജ്ഞാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഹല്ലേലൂയ. ദൈവം കൊടുത്ത ജ്ഞാനവും ദൈവം കൊടുത്ത കൃപയും തന്നിൽ പൗലോസിന് വേണ്ടി തന്നിൽ സംസാരിപ്പാൻ ദൈവം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ കൊടുത്തു. അപ്പം വലിയൊരു അഭിഷേകം. ഹല്ലേലൂയ. അതെ, നിന്നെ വെറും കൈയോടെ വിടുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വാചകം വായിക്കും. നമ്മുടെ വീടുകളിലേക്ക് അനേകർ കടന്നു വരാറുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് അനേകർ കടന്നു വരുന്നു. അവരിൽ ചിലരെ കണ്ടാൽ നമ്മുടെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കും. നമ്മൾ മോശമുള്ള ബന്ധത്തിൽ വായിച്ചവരെ യഹോവയെ ദൈവം പറയാണ്, അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കുന്നു പറഞ്ഞ പോലെ നിങ്ങളുടെ ഭവനത്തിലേക്ക് പലരും കടന്നു വരാം. പല ആളുകളും കടന്നു വരുമ്പോൾ ചിലരെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ ആനന്ദമായിരിക്കും. വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അവരെ സ്വീകരിക്കും. ഹല്ലേലൂയ. നിങ്ങളും അതുപോലെ ചില ഭവനത്തിലേക്ക് ചെല്ലുന്നത് കാണുമ്പോൾ ആ ഭവനക്കാരെ നിങ്ങളെ സന്തോഷത്തോടെ ഓടി വന്ന് ക്ഷയിക്കരുതെന്ന് കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം തന്ന് സ്നേഹ ചുംബനൊക്കെ തന്ന് നിങ്ങളെ ക്ഷണിച്ചവരുടെ അല്ലേലൂയ ഭവനത്തിന്റെ അകത്ത് കൊണ്ടുപോയി നിങ്ങളെ നല്ല സീറ്റിലിരുത്തി നിങ്ങളെ ഊണുമുറിയിൽ വിളിച്ചുകൊണ്ടുപോയി അല്ലേലൂയ നല്ല മേശയിലിരുത്തി നല്ല ആഹാരം തന്ന് നിങ്ങളെ സൽക്കരിക്കുന്നത് പോലെ അത് നിങ്ങളുടെ ഹൃദയത്തിലെ ആനന്ദമല്ലേ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചെളിയിൽ കിടന്ന, കുണ്ടിൽ കിടന്ന, ഹല്ലേലൂയ കുപ്പയിൽ കിടന്ന, ഹല്ലേലൂയ എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച്, ഹല്ലേലൂയ അങ്ങനെ ചില ഉന്നതന്മാരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ അവരുടെ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഉയർത്തുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായമൊക്കെ വായിച്ച ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പം ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് എന്നെയൊക്കെ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തി. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനമായി ഞാൻ അനേക ഭവനങ്ങളിൽ കടന്നുപോയി അനേകർ എന്നെ സൽക്കരിച്ചിരുത്തുമ്പോൾ സ്നേഹത്തോടെ വിളിച്ച് സ്നേഹചുംബനമൊക്കെ തന്ന് ഷെയ്ക്കൻ്റെയൊക്കെ തന്ന് ഫ്രൈസ്റ്ററോടൊക്കെ പറഞ്ഞിരുത്തുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനമൊക്കെ ഓടി വരും. കർത്താവേ, ഞാൻ എന്ത് യോഗ്യനായതിന് കഴിവില്ലാതിരുന്ന മോശയെ പോലെ വാക്സമർത്ഥ്യമില്ലാതെ തടിച്ച നാവുള്ളവനെ പോലെ വിവിധ കുറവുകളുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇത്രമാത്രം എന്നെ മാനിക്കുവാൻ ഞാനും എൻ്റെ ജീവിതവും ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ എന്നൊക്കെ ആരും ചോദിച്ചിട്ടുണ്ട്. ദാവീദിനെ പോലെ. പ്രൈസ് ദി ലോർഡ്.
ദാവീദ് ചോദിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ. അത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം, രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ നിന്റെ കഴിവുകേടിനെ മാറ്റിയെടുത്ത്, നിന്റെ കുറവുകളെ മാറ്റിയെടുത്ത്, ദൈവം നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ നീ ദൈവത്തെ സ്തുതിക്കണം. 103-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവും എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കണം കേട്ടോ. രക്തം ചെയ്യും. ഇങ്ങനെയൊക്കെ അനുഭവമുള്ളവർക്ക് ഈ വചനത്തിലൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോയി നിങ്ങൾ അവരെ നന്നായിട്ട് സൽക്കരിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. ഹല്ലേലൂയ. കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ നിർബന്ധിക്കും. ചിലവരല്ലേ, എൻ്റെ പാസ്റ്റേ ഇന്ന് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, നാളെ പോകാം. നിങ്ങളുടെ ബന്ധുപുത്രാണ്, എൻ്റെ ചേച്ചി അല്ലെ ചേട്ടാ ആൻറ്റി അല്ലെ പപ്പ മമ്മി നാളെ പോയാൽ മതി, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി, ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ പറയുന്ന എത്രയോ കുടുംബങ്ങൾ. അതൊക്കെ ഒരു ആനന്ദമാണ് പ്രിയരെ. ഹല്ലേലൂയ. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മറ്റു ചിലര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ കലക്കം ഉണ്ടാകും. ചിലർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം കലക്കിയിട്ടേ പോകുള്ളൂ. ഹല്ലേലൂയ. ചില ആളുകൾ, ചില വിശ്വാസികൾ നമ്മുടെ ഭവനത്തിൽ വന്നാൽ നമ്മൾ ചില വിശ്വാസികൾ പറഞ്ഞ് നമ്മളുടെ കുടുംബം കലക്കും. ഹല്ലേലൂയ. ചില പാസ്റ്റർമാർ ചില കുടുംബത്തിൽ ചെന്നാൽ അവിടെ കലക്കിയിട്ടേ പോകുള്ളൂ. അവരുടെ സഭയും വിശ്വാസികളുമായിട്ട് പാസ്റ്ററുമായിട്ട് ഇറച്ചി ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. ദൈവസഭയ്ക്കകത്ത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും കലകം ഉണ്ടാക്കരുത്. എന്റെ സഭയിൽ ഒരു വിശ്വാസി കടന്നു വന്നു, ഒരു കുടുംബം കടന്നു വന്നു. അപ്പം കുറെ ദൈവദാസന്മാർ ഇവിടേക്ക് അടുപ്പ് കല്ല് കൂട്ടിയതുപോലെ സഭയുണ്ടല്ലോ, പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? അങ്ങോട്ട് പോയി ഇവിടേക്ക് അടുപ്പ് കല്ല് കൂട്ടിയതുപോലെ, അടുപ്പ് കല്ല് കൂട്ടിയ പോലെ സഭ ഉണ്ടായിട്ട് നിന്റെ സഭയ്ക്കകത്തേക്ക് അവർ വരാഞ്ഞതിന്റെ കാരണം എന്താ? നിന്റെ സ്വഭാവ ദൂഷ്യമാണ്, നിന്റെ വാക്കിന്റെ പ്രവൃത്തിയാണ്, നിന്റെ ജീവിത ശൈലിയാണ്, നിന്റെ വാക്കുകളുടെ പ്രയോഗം ദൈവത്തിനും അവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അടുപ്പുകളിലെ കൂട്ടുപോലെ നീ സഭ നിന്റെ അരികിൽ ഉണ്ടായിട്ടും നിന്റെ അരികിലേക്ക് അവർ വരാഞ്ഞത്. അങ്ങനെയൊക്കെ ചോദിക്കുന്ന മഹാന്മാരും വിദ്വാൻമാരും ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടോ പേര് പറയണോ പിന്നെ മോശമല്ലേ എന്ന് ഓർത്ത് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഞാനങ്ങനെ ചോദിക്കാറില്ല, ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, ഇനിയോട്ട് ചോദിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മെക്കുറിച്ചല്ലേ ഒരു പ്ലാൻ ഉണ്ടെന്നേ. ഹല്ലേലൂയ. എല്ലാത്തിനും പദ്ധതിയുണ്ട്. അപ്പം ചിലര് നമ്മുടെ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യും? വഴക്കുണ്ടാക്കിയിട്ടേ പോകുള്ളൂ, കലകം ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ, കുടുംബം ചിന്ന ഭിന്നമാക്കി മാറും. ചില ആളുകൾ എന്ത് ചെയ്യും? സ്വാമി വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സഹോദരിമാരെ കയ്യിലെടുക്കും. സഹോദരിമാരെ കയ്യിലെടുത്തിട്ട് ഹല്ലേലൂയ ആമി ഭർത്താവിന്റെ കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കലും എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ സ്വന്തം സഹോദരനാണ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ ആ സഹോദരന് എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരുപാട് മോശമായ രീതി പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹം വലിയ സഭയുടെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കും. ഞാനൊക്കെ വിവാഹം കഴിക്കാണ്ട് ചെന്നപ്പം തന്നെ, പെണ്ണ് കാണാൻ ചെന്നപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ കുറ്റങ്ങളും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാനൊരു ക്രിമിനലാണ്, ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, കേസാണ്, കോടതിയുണ്ട്, എപ്പോഴും പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാനൊരിക്കലും ഒരു സഹോദരൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയും കുട്ടിയായിട്ട് ചെന്നപ്പം ഞാൻ അറിയാതെ ഒരുപാട് നുണയോട് പറഞ്ഞു കൊടുത്തു. അല്ലേ? അങ്ങനെയുള്ള പാസ്റ്റർമാരും കേട്ടോ, കുടുംബത്തിനകത്തുമുണ്ട് പുറത്തുമുണ്ട്. അല്ലേടി. ഇന്നൊന്നിട്ട് ആ ദൈവദാസനൊക്കെ വലിയ ജോലിഞ്ഞ ഞാൻ പ്രസാദം എന്ന് പറയാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അല്ലേടി. കുടുംബം കലക്കുന്ന ദൈവദാസന്മാർ, കുടുംബം കലക്കുന്ന വിശ്വാസികൾ, കുടുംബം കലക്കുന്ന ബന്ധുക്കൾ, കുടുംബം കലക്കുന്ന അയൽവാസികൾ, നിങ്ങൾ ആർക്കും ദോഷമായി മാറരുത്. അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരാൾ വന്നാൽ നിങ്ങൾ അവരെ സന്തോഷത്തെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുന്നത്, നിന്റെ സഹോദരൻ അയക്കുന്ന അഹരോൻ നിന്നെ എതിരേൽപ്പം പുറപ്പെട്ടു വരുന്നു, നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. ഈ ഒരു സ്വഭാവമാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ ആരുടെയും കുടുംബം കലക്കരുത്, ഒരു വീട്ടിൽ ചെന്ന് നുണ പറയരുത്, ഒരു വീട്ടിലും ചെന്ന് ഒരു ഭവനത്തിലും ചെന്ന് നുണ പറയരുത്. കുടുംബം കലക്കുന്നവനെ ദൈവം ന്യായവിധിക്കും. ഹല്ലേലൂയ. ഏതെങ്കിലും കുടുംബത്തിനകത്ത് നീ കടന്നു ചെന്ന് ആ കുടുംബത്തിന് കണ്ണുനീര് വീഴത്തക്ക വിധത്തിൽ നീ നുണ പറഞ്ഞ് ഏഷണി പറഞ്ഞ് ആ കുടുംബം കലക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപം മാറത്തില്ല. നീ ചെയ്തതിന് തക്കവണ്ണം ആ കുടുംബത്തിൽ കണ്ണുനീർത്തുള്ളി വീണതിന്റെ പകരം ദൈവം നിന്നോട് ചോദിക്കും. ശ്രോതാവേ, ദൈവം നിന്നോട് ചോദിക്കും, ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ഇതൊക്കെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറഞ്ഞു തരാനുണ്ട്.
തെളിവ് വേണേ പറഞ്ഞുതരാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ വീട്ടിന് നമ്മൾ ഐശ്വര്യമായിരിക്കണം. നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ ആ വീടിന് ഐശ്വര്യം വേണം. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം ഉണ്ടാകണം. പ്രൈസലോ. കലക്കം ഉണ്ടാക്കി പോകരുത്. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. അന്ന് മോശയെ കാണുവാനായി അഹരോൻ വരുന്നതിനെ കുറിച്ച് കർത്താവ്, അവൻ നിന്നെ സന്ദർശിപ്പാനായി വരുന്നു, നിന്നെ കാണുമ്പോൾ അവന്റെ ഹൃദയം ആനന്ദിക്കും എന്ന് പറഞ്ഞു. ലേരിയ എന്ന് പറഞ്ഞു. ഒരേ സ്വർഗീയ പിതാവിന്റെ മക്കളായി ഒരേ കാൽവരി സ്നേഹത്താൽ അവരുടെ കഴുകപ്പെട്ട്, നമ്മളെല്ലാം ഒറ്റ പിതാവിന്റെ മക്കളാണ്. കാൽവറി ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒറ്റ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കപ്പെട്ടവരാണ്. ഒരപ്പത്തിന്റെ അംശിയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നാം എല്ലാവരും. അങ്ങനെയായിരിക്കുന്നു നമ്മൾ ഇതിനെ പരസ്പരം കാണുമ്പോൾ സന്തോഷിച്ചാനന്ദിക്കണം. ലേലിയ. വീണ്ടെടുക്കപ്പെട്ട ദൈവങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളാണ്. അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണ്. ആ ഒരപ്പത്തിന്റെ അംശിയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആരെ കണ്ടാലും, നിന്റെ ശത്രുവിനെ കണ്ടാലും, നിന്റെ മിത്രത്തെ കണ്ടാലും, അവരുമായിട്ട് കലഹിക്കാതെ, അവന്റെ വീട്ടിൽ ചെന്ന് കലക്കം ഉണ്ടാക്കാതെ, അവരെ കാണുമ്പോൾ നിന്നെ അവരെതിരേൽക്കും, നീ അവരെ എതിരേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിനകത്ത് ആനന്ദം ഉണ്ടാകണം. പ്രൈസലോ. ലേരിയ. ദൂരമേ നിന്ന് കാണുമ്പോൾ ഇത് അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത തന്ത്രം മെനയരുത്. ലേലിയ. സ്തോത്രം. പ്രൈസലോ. ഞാൻ ഈ സുവിശേഷം അറിയിക്കാൻ പോയി ചില കുടുംബങ്ങളിൽ ഞാൻ ചില ദൈവദാസന്മാരെ തിരുത്തിയിട്ടുണ്ട്. എനിക്കതിനുള്ള യോഗ്യതയും പ്രാപ്തിയൊന്നുമില്ല. പക്ഷെ എന്റെ അറിയാവുന്ന ജ്ഞാനമൊക്കെ വെച്ച്, ദൈവം എന്ന കൃപയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയരുത്. കാരണം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിനകത്തെ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ കുടുംബത്തിനകത്ത് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ദൈവദാസൻ വളരെ ദോഷമായ രീതിയിൽ ആ കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് കലക്കം വരുന്ന വാക്കുകൾ സംസാരിക്കുമ്പോൾ നമ്മളത് പറയരുത്. നമ്മളത് പറയാൻ പാടില്ല. ലേലിയ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നുണ പറയുക, ഏഷണി പറയുക, കുറ്റാനമയല്ലിയ, മറ്റുള്ള കുറ്റം പറയുക, ഇതല്ല ദൈവം ഏൽപ്പിച്ച് സുവിശേഷം പറയുക എന്നുള്ളതാണ്. പാപത്തിന്റെ ചങ്ങലയിൽ വീണ് കിടക്കുന്ന, പാപത്തിന്റെ ബന്ധനത്തിൽ വീണ് കിടക്കുന്ന കൂടാനുകൂടി ജനം എനിക്കും നിനക്കും മുമ്പിൽ കിടക്കുമ്പോൾ, കേരളത്തിന്റെ 14 ജില്ലകളിലേക്ക് നീ നോക്ക്, ഇന്ത്യ രാജ്യത്തിലേക്ക് നോക്ക്, ലോക രാജ്യങ്ങൾ നോക്ക്. ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ് കിടക്കുന്ന കൂടാനുകൂടി ജനത്തെ കാണുമ്പോൾ നീ ഈ കാലഘട്ടത്തിൽ കുറ്റം പറയുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, കലക്കമുണ്ടാക്കാനല്ല വിളിച്ചിരിക്കുന്നത്. മിസ്രയീമിൽ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേലിനെ വിടിവിച്ചുകൊണ്ട് മോശയെ വിളിച്ചതുപോലെ പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ വിടിവിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളാക്കി മാറ്റുവാൻ വേണ്ടിയ ദൈവത്തിനെ വിളിച്ചത്. ആ ഉത്തരവാദിത്തം നീ മറന്നു പോകരുത്. പ്രൈസലോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടാനായി വചനമൊക്കെ പറയുന്നേ. ഞാൻ ശുദ്ധീകരിക്കപ്പെടണം. പ്രൈസലോ. നമുക്കെല്ലാവർക്കും പ്രസംഗിക്കുന്ന എനിക്കും ദൂതാണ്, കേൾക്കുന്ന നിങ്ങൾക്കും ദൂതാണ്. പ്രൈസലോ. ചിലർ പ്രസംഗിക്കുന്നത് എങ്ങനെ അറിയാം? ചില പ്രസംഗിക്കുന്നത് എല്ലാം പുറത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രസംഗിക്കുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന വചനം എന്നെയും തിരുത്തണം, നിങ്ങളെയും തിരുത്തണം. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ലേരിയ. പരിശുദ്ധാത്മാവ് അവൻ 2 കൂട്ടരും തിരുത്തും. പ്രസംഗത്തിലൂടെ, ശുശ്രൂഷയിലൂടെ നമ്മെ തിരുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ കുറവുകളെ വെളിപ്പെടുത്തി തരുന്നു, നമ്മളെ തിരുത്തും. നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ കഴിയുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ ആക്കി വരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് യഥാർത്ഥം തിരിച്ചറിയാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കണം, അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കണം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര സുഖവും മനോഹരമാകുന്നു. എന്ന് 133 സങ്കീർത്തനത്തിൽ പറഞ്ഞത്. അതാ വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തൈലയിലെ വിശേഷ തൈലം പോലെയും സീയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനെ കൽപ്പിച്ചിരിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. മോശെ അഹരോനും ലേരിയ. മോശെ അഹരോനൊക്കെ നമുക്ക് നല്ലൊരു പാഠവും നല്ലൊരു ഗുണദോഷമാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ ദൈവസഭ ഒരു ഗുണദോഷം വന്നിരിക്കുക. മോശെ അഹരോനെ കാണിച്ചിരിക്കുക. ഹല്ലേലൂയ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും പൂർണ്ണ അറിവും ജ്ഞാനവും കഴിവും പ്രാപ്തിയൊന്നും ഉള്ളവരല്ലേ. നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്.
ചിലരുടെ സംസാരം കേട്ടാൽ ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ്, ഞാൻ എല്ലാത്തിനും അറിവുള്ളവനാണ്, വാക്സാമർത്ഥ്യമുള്ളവനാണ്, എന്നെ കവിഞ്ഞ് മറ്റാരുമില്ല, ഞാനാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നാണ് ഇരിക്കുന്നത്. അല്ലേരിയ. ഇവിടെ ഈ റെവറന്റ് ഡോക്ടർമാർ പോലും തന്നെ ആശീർവാദം പറയുമ്പോൾ തെറ്റിച്ച് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എത്രയോ റെവറന്റ്, എത്രയോ ഡോക്ടർമാർ ആശീർവാദം പറഞ്ഞ് തെറ്റിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആശീർവാദം പറഞ്ഞ സമയത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, എനിക്ക് അതിനെ പറയുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി റെവറന്റും ഡോക്ടറും ആശീർവാദം പറയുമ്പോൾ തെറ്റിപ്പോയവരെയും ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അവർക്ക് നാണക്കേടായതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തെറ്റ് പറ്റൂന്നേ, നമുക്ക് തെറ്റ് പറ്റും. നമുക്ക് ചിലരുടെ ചിന്ത ഞങ്ങളങ്ങ് എല്ലാം തികഞ്ഞവരാണ്. അതെന്ന് പറഞ്ഞ് നിങ്ങളും സാത്താൻ തരുന്നത്. ഞങ്ങളെല്ലാം തികഞ്ഞ, ഞങ്ങൾ ഭയങ്കര അറിവുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്, ഞങ്ങൾ ഭയങ്കര കഴിവുള്ള ബുദ്ധിയുള്ളവരാണ്, ഞങ്ങളെ കവിഞ്ഞ് മറ്റാരുമില്ല, ഞങ്ങളാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന വിവേകശൂന്യരായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തിയാണ്. നമുക്ക് ഒരുപാട് കുറവുണ്ടെന്ന് മോശ പറഞ്ഞതുപോലെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ അവിടെ ദൈവം നമുക്ക് വാഗ്ദാനം തരും. മോശ കൊണ്ട് എന്താണ് പറഞ്ഞു? മോശ പറഞ്ഞു, കർത്താവേ, നീ എന്നെ വിളിച്ചു, ഞാൻ അറിഞ്ഞു. നീ എന്നെ വിളിക്കുന്ന മുമ്പേ തന്നെ ഹല്ലേലൂയ, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ തടിച്ച നാവുള്ളവനാ, അത് നീ അറിയുന്നല്ലോ. തന്റെ കുറവൊന്നും പറഞ്ഞില്ലേ മോശ? ആ കുറവുകളൊന്ന് പറയുവാൻ നമുക്ക് കഴിയുമ്പോൾ, നമ്മുടെ സ്വന്തം കുറവുകളെ ഒന്ന് കാണാൻ കഴിയുമ്പോഴാണ് മോശയ്ക്ക് അഹരോനെ വാക്താവ് അയച്ചതുപോലെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മോട് കൂടിയിരുന്ന് സംസാരിക്കുവാൻ നമ്മുടെ മേൽ അയക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ, ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരുടെ അറിവിനെ നീ ചോദ്യം ചെയ്യരുത്. കഴിവ് കെട്ടവരും കഴിവ് കൂടുതലും കാണും. നിന്നെപ്പോലെ അറിവ് മറ്റൊരാൾക്ക് കാണത്തില്ല, നിന്നെപ്പോലെ സാമർത്ഥ്യം മറ്റൊരാൾക്ക് കാണത്തില്ല. നീ ചെയ്യുന്ന ജോലി മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയത്തില്ല, അവർ ചെയ്യുന്ന ജോലി നിനക്കും ചെയ്യാൻ കഴിയത്തില്ല. നിന്നെപ്പോലെ വിദ്യാഭ്യാസം കാണത്തില്ല, നിന്നെപ്പോലെ റെവറന്റും ഡോക്ടറും ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് ആരെയും കുറ്റം വിധിക്കരുത്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം. ഹല്ലേലൂയ. ആ മോശയെ കാണുമ്പോൾ ആരോന്റെ ഹൃദയം ആനന്ദിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ആനന്ദമുണ്ടാണ്. സ്നേഹത്തോടെ, ഞാൻ മുമ്പ് പറഞ്ഞു, സ്നേഹചുംബനം കൊടുത്ത് ഷെയ്ക്കന്റെ കൂടെ സ്തോത്രം പറഞ്ഞ് നമ്മൾ കുശലാന്വേഷണം നടത്തി സ്നേഹത്തോടെ ദൈവകാര്യം പറയണം. ആത്മീയ വർദ്ധനവ്. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനുഭവമല്ലേ? അതെ, അല്ല സ്തോത്രം. നമ്മൾ ദൈവത്തിന് പറഞ്ഞു, അന്ന് മോശെ അഹരോൻ കണ്ടു, ഹല്ലേലൂയ, ആനന്ദിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ മാതാവായ മറിയെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഹൃദയം ആനന്ദിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മോശെ അഹരോൻ സ്തോത്രം അഹരോൻ കണ്ടപ്പോൾ അഹരോന്റെ ഹൃദയത്തിൽ ആനന്ദം വന്നതുപോലെ തന്നെയാണ് ഹല്ലേലൂയ. സ്തോത്രം. ഇത് നമ്മൾ പുസ്തകം വായിച്ച് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. 39 തൊട്ട് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ന്റെ 39, 40, 41 വാക്യം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ പിള്ള ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? എന്താ ആനന്ദവരെ! മറിയ എലിസബത്തും കൂടെ കണ്ടപ്പോഴേ നിങ്ങൾക്കതിന് കഴിയുമോ? അവൻ സ്തോത്രം, നിങ്ങൾക്കതിന് കഴിയുമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്താണ് സ്തോത്രം? അല്ലെങ്കിൽ സ്തോത്രം അവൻ മറിയെ കണ്ടപ്പോൾ, യേശുവിന്റെ അമ്മയായ മറിയെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഹൃദയം ആനന്ദിച്ചു. അവൾ മാത്രമല്ല, അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞും തുള്ളി. ഹല്ലേലൂയ എന്ന് വേദപുസ്തകം. സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദന ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ പിള്ള തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി. യഥാർത്ഥ സുവിശേഷമൊക്കെ അതാ കേട്ടോ. ഈ സുവിശേഷം പറയുമ്പോൾ അങ്ങനെ വേണം പറയാൻ. മറിയ എലിസബത്തിനും കൂടെ എടുത്ത് നമ്മുടെ മുമ്പിൽ നിർത്തണം. അല്ലെങ്കിൽ പരസ്പരം കണ്ടപ്പോൾ, പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, പരസ്പരം വന്ദനം പറഞ്ഞപ്പോൾ, ചേർത്ത് പിടിച്ചപ്പോൾ, സ്നേഹചുംബനം കൊടുത്തപ്പോൾ, ഒരു കൈ ഷെയ്ക്കറ്റ് കൊടുത്തപ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിട്ടപ്പോൾ,
അവർ പരസ്പരം ആനന്ദിച്ചു. അപ്പം മറിയെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഹൃദയത്തിൽ ആനന്ദം. എലിസബത്തിന് യേശുവിന്റെ അമ്മയായ മറിയെ കണ്ടപ്പോൾ എലിസബത്തിന് മറിയെ കണ്ടപ്പോൾ ആനന്ദം. എലിസബത്തിനെ മറിയെ കണ്ടപ്പോൾ മറിയയ്ക്കും ആനന്ദം. പരസ്പരം ഒന്നുകൂടെ ഞാൻ പറയാം, എലിസബത്തിനെ കണ്ട മറിയയ്ക്ക് ആനന്ദം, മറിയ എലിസബത്തിനെ കണ്ടപ്പോൾ എലിസബത്തിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദിക്കുക. അതെല്ലാം വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അമ്മയായ മറിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതും യേശു ക്രിസ്തുവിന് മുമ്പേ വഴിയൊരുക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ അമ്മയായ എലിസബത്തിനെ കുറിച്ചും ഇവിടെ പറയുമ്പോൾ നമ്മളിങ്ങനെ വരണം, നമ്മൾ ഈ ഒരു അനുഭവത്തിൽ വരണം. അല്ല ആരോടും നമ്മുടെ കുറ്റങ്ങൾ കണ്ടു നുണ പറയുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഹല്ലേലൂയ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു. സക്രിയാവിന്റെ വീട്ടിൽ ഒരു പുരോഹിതന്റെ വീട്ടിലെത്തുന്നത്. സക്രിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയുടെ വന്ദനം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തെ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മ പറഞ്ഞ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എവിടെ നിന്ന്. ഞാൻ വീണ്ടും അവിടുത്തെ ഒരിക്കലും ഇവരുടെ നുണ പറയാനോ കുറ്റം പറയാനോ തയ്യാറായില്ല. എലിസബത്തിന്റെ ഭർത്താവ് സക്രിയാവ് പുരോഹിതനാ. മറിയ അവിടെ ചെന്ന് മറിയയുടെ വീട്ടിലെ കുറ്റങ്ങളും അവൾ വന്ന കുറ്റങ്ങളും കുറവുകളും ഒന്നും പറയാനല്ല എലിസബത്തിന്റെ വീട്ടിൽ ചെന്നത്. മറിയ വന്ന് കുറ്റം പറയുന്നത് കേൾക്കുവാനല്ല എലിസബത്ത് ആഗ്രഹിച്ചത്. രണ്ടുപേരും കുറ്റങ്ങളല്ല പറയാൻ ദൈവനാമത്തിന് മഹത്വം. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ. അത് നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ വന്ദനസ്വരം കേൾക്കുമ്പോൾ കഷ്ടത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണുനീരിരിക്കുന്ന സഹോദരരെ കുടുംബക്കാർ അവരുടെ ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാകണം. നിന്റെ വന്ദനസ്വരം കേൾക്കുമ്പോൾ ആ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകണം. കുടുംബം കലക്കിയിട്ടല്ല വരേണ്ടത്. കുടുംബത്തിനകത്ത് ചിന്ന ഭിന്നമാക്കിയിട്ടല്ല വരുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ചിന്തിച്ചിട്ടല്ല വരേണ്ടത്. ഭർത്താവിന്റെ കുറ്റക്കുറവുകളെല്ലാം ഭാര്യയുടെ കുറ്റം കുറവെല്ലാം പരസ്പരം എന്ന് പറഞ്ഞ് ഭവനത്തിനകത്ത് തിരിയുന്ന തീയിൽ എണ്ണ ഊരി ഒഴിക്കുന്നത് പോലെ അവിടെ വലിയൊരു തീ പടർത്തിയിട്ട് വരാനല്ല ദൈവം നിന്നെ സുവിശേഷവുമായി അയക്കുന്നത്. നീ കടന്നു ചെല്ലുന്നിടത്ത് സമാധാനം പറയണം. യത്നം ചെയ്യും. പ്രേക്ഷരോ രക്തം ചെയ്യും. ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. നിങ്ങൾ ഏത് സ്വഭാവക്കാരാ? ഈ മറിയയും എലിസബത്തിനെ പോലെ നിങ്ങളായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആകണം. അല്ലേരിയ മോശയ്ക്കൊരു വാർത്താവിനെ യഹോവയായി ദൈവം കൊടുത്ത അഹരോനെ നമ്മുടെ കുറവുകളെ പരിഹരിക്കുവാൻ നമുക്കൊരു വാർത്താവായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ മറിയയും എലിസബത്തും പരസ്പരം കണ്ടപ്പോൾ വന്ദനം ചെയ്ത് ആലിംഗനം ചെയ്ത് അവർ ആനന്ദിച്ച് പരിശുദ്ധാത്മാവും സ്തോത്രം അവളിൽ നിറയപ്പെട്ടതുപോലെ ഇവിടെ രണ്ടൊന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്തോത്രം സ്തോത്രം. സക്രിയാവിന്റെ വീട്ടിൽ മറിയ എത്തി എലിസബത്തിനെ വന്നിച്ചപ്പോൾ മറിയുടെ വന്നിട്ട് എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ പിള്ള ആനന്ദം കൊണ്ട് അഭിഷേകത്തെ തുള്ളി. എലിസബത്ത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടു. എലിസബത്ത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവിടെ ഒന്നര ആത്മാവ് നിറയുകയാണ്. പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടിട്ട് എലിസബത്ത് ഒറ്റ പ്രവചനമാണ് കണ്ട. ഒറ്റ ആള് മറിയ എലിസബത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആനന്ദം. അവിടെ പിള്ള ഗർഭത്തിൽ തുള്ളി കുഞ്ഞ് അഭിഷേകത്തെ നിറയുന്നു. മാത്രമല്ല എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നു. പ്രവചന ദൂത് വിളിച്ചു പറയുക. എന്താ പ്രവചനം വിളിച്ചു പറഞ്ഞത്? എലിസബത്ത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എലിസബത്ത് മറിയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ ഉണ്ടായി. ഒരു പ്രവചനമാണ്. അതെ, നമ്മളൊരു വീട്ടിലൊക്കെ ചെന്നാൽ നമ്മുടെ വന്ദനം കേൾക്കുമ്പോൾ ആത്മാവ് നിറയണം, പരിശുദ്ധാത്മാവ് നിറയണം, അഭിഷേകം നിറയപ്പെടണം. അവർ ദൂതുകൾ വിളിച്ചു പറയാൻ ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ച് പ്രവചനം കൊടുക്കണം. അതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിന്റെ ശുശ്രൂഷ ഒരുങ്ങിയിട്ടുണ്ടോ? ഇവിടെ ദൈവമക്കൾ പരസ്പരം വന്ദനം ചെയ്യുമ്പോൾ പരസ്പരം കൈകൊണ്ട് ദൈവത്തെ സ്തോത്രം മഹത്വപ്പെടുന്ന ഷെയ്ക്കറ്റ് കൊടുക്കുമ്പോൾ സ്തോത്രം അർപ്പിക്കുമ്പോൾ ഹൃദയം മാത്രമല്ല നമ്മൾ ഓരോ അവയവങ്ങളും സന്തോഷിച്ച് ആനന്ദിക്കണം.
ഹല്ലേലൂയ. എലിസബത്തും മറിയയും കണ്ട് ഹല്ലേലൂയ പരസ്പരം വന്നിച്ചപ്പോൾ അവരുടെ ശരീരാവയവങ്ങളെല്ലാം സന്തോഷിച്ച് ആനന്ദിച്ചതുപോലെ ആമേൻ നമ്മളും ഒരു ഭവനത്തിൽ ചെന്ന് ദൈവദാസന്മാർ ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ ഹല്ലേലൂയ നമ്മളും സന്തോഷിച്ച് ആനന്ദിക്കണം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും സന്തോഷിച്ച് ആനന്ദിക്കണം. മോശയെ കണ്ട ഉടനെ കണ്ട ഉടനെ തന്നെ ആഹരോന്റെ ഹൃദയം സ്നേഹത്താൻ നിറഞ്ഞു, സന്തോഷം അലയടിച്ചു. അത് മാത്രമല്ല, മോശയുടെ അടുക്കലേക്ക് ഓടി വന്ന് മോശയെ ചുംബിച്ചു. മോശയുടെ അടുക്കിലേക്ക് ഓടി വന്ന് അഹരോൻ മോശയെ ചുംബിച്ചു. ഹല്ലേലൂയ. അത് ഒരു ചുംബനമൊക്കെ കൊടുക്കണം. ഹല്ലേലൂയ. ഈ സഭയിലൊക്കെ വിശുദ്ധ ചുംബനം കൊടുക്കും, ചിലർ മുഖം മാറ്റിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. വിശുദ്ധ ചുംബനം കൊടുക്കുന്ന ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, കർത്തൃമേശ നടക്കുന്ന സമയത്ത് ഈ സഭയ്ക്കകത്ത് പിണക്കുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്. അപ്പം ദൈവദാസന്മാരും ദൈവമക്കളും ഒന്നിച്ച് ചുംബനം കൊടുക്കുമ്പോൾ ഈ ചില വ്യക്തി ഈ പിണക്കുള്ളവർ അവർ മാറിപ്പോകും. ഹല്ലേലൂയ. ഞാനവിടെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അത് നിനക്ക് ശാപമാണ്, അത് നിന്റെ കുടുംബത്തിൽ ദോഷമാണ്. ഇടർച്ചകളുണ്ടെങ്കിൽ ഇടർച്ചകൾ വെച്ചുകൊണ്ട് നീ കർത്തൃമേശ എടുക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തിന്നുകയും പാനവാദം കുടിക്കുകയും കഴിഞ്ഞു കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാൻ ധ്യാനിക്കുന്ന ശിക്ഷാവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾ പലരും ബലഹീൻ രോഗികളും അനേകരും നിദ്ര കൊള്ളുന്നുവെന്ന് വചനം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്തൃമേശ സമയത്ത് അതിനുശേഷം വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോഴെങ്കിലും നിന്റെ ഉള്ളിലെ പ്രതികാര മനോഭാവം മാറ്റിക്കളഞ്ഞിട്ട് സ്നേഹത്താൽ അവർ ഒന്നിച്ച് മോശയെ ആഹരോൻ ചുംബിച്ച് രണ്ടുപേരും സന്തോഷിച്ചതുപോലെ എലിസബത്തും മറിയയും സന്തോഷിച്ചതുപോലെ നിന്റെ ഉള്ളിലെ കയ്പ് അവിടെ വെച്ച് നീക്കിക്കളയണം. പ്രൈസ്. കയ്പും വെച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ ഒരിക്കലും നിനക്ക് ദൈവരാജ്യത്ത് ചെല്ലാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ ക്രൈസ്തവർ തമ്മിൽ കാണുമ്പോൾ വലിയ കുറവ് എന്താണെന്ന് വെച്ചാൽ സ്നേഹമില്ലായ്മയാണ്. വിശ്വാസികൾ പരസ്പരം കാണും സ്നേഹമില്ലായ്മ, ദൈവദാസന്മാർ തമ്മിൽ സ്നേഹമില്ലായ്മ, സഹോദരങ്ങളെ തമ്മിൽ കാണുമ്പോൾ, ബന്ധുമിത്രാദികൾ തമ്മിൽ കാണുമ്പോൾ, അയൽവാസിയെ കാണുമ്പോൾ സ്നേഹമില്ലായ്മ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന സാത്താനാണ്. അതിനെ നീക്കിക്കളഞ്ഞിട്ട് വിരോധികളെ നിനക്കുള്ള വിരോധിയെ നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, നീ വേർപാടിന്റെ ഉപദേശം നിന്റെ ഉള്ളിൽ സ്വീകരിച്ച് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയണം. ആരെയും നിസ്സാരനായി കാണരുത്. ഹല്ലേലൂയ. ആത്മീയ അഹങ്കാരത്താൽ നിഗളിച്ചു പോകരുത്. ക്രിസ്തുവിൽ താഴ്മയോടെ നീ നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അഹരോൻ ഹല്ലേലൂയ മോശയെ കണ്ടപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ നിന്നെ എതിരേൽപ്പാൻ വരുന്നു, നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. അതെ, പരസ്പരം ബഹുമാനം സ്നേഹാദരവും നമ്മളിൽ ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താവിനെ, മക്കൾ, അമ്മായിയമ്മ, മരുമോള് കുടുംബത്തിനകത്ത് തന്നെ ഉണ്ടാകട്ടെ. സഭയിൽ നിറയട്ടെ. എൻ്റെ ജീവിതത്തിൽ അവരെ അനുഭവം ഉണ്ടാകട്ടെ. മോശയ്ക്ക് വാഗ്ദാനമായി മോശയ്ക്ക് വാഗ്ദാനം അഹരോനെ ദൈവം നിയമിച്ചതുപോലെ നമ്മുടെ കുറവുകേട്, നമ്മുടെ കഴിവുകേട് മനസ്സിലായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം പ്രതിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ ആനന്ദിച്ചു വേണമെല്ലാം ചെയ്യുവാൻ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ പാടും ലോകരാജ്യങ്ങളുള്ള 800 കോടി തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ കർത്താവേ സ്തോത്രം, സകല ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസങ്ങളിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാവരെയും, എല്ലാ ഗോത്ര വിഭാഗങ്ങളെയും, എല്ലാ ദ്വീപവാസി ആദിവാസി ട്രൈബിലേക്കിലായിരിക്കുന്ന ജയശുദ്ധൻ ബാലി കൗമാരി യുവരത്തിലും വാർക്കും രാൻപുറത്തിനും വശങ്ങളിലും യാചകരോഹണ ചോടലും തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും കർത്താവ് എടുത്ത കരങ്ങളിലേക്ക് എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾക്ക് സയന്റിസ്റ്റ് എഞ്ചിനീയർ അടക്കം എല്ലാ കർത്താവ് രാജ്യരാഷ്ട്ര തലന്മാർ പ്രധാനമന്ത്രി ഗവർണർ പട്ടാള നേതാവ് ഗോത്രങ്ങളെ ദ്വീപുകളെ ഭരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഭാവിയെ പരസ്പരം വിദ്വേഷത്തിന്റെ വകയുടെയും കലക്കത്തിന്റെ അനുഭവങ്ങളിൽ മാറ്റിവെച്ച് പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ കൊടുക്കണമേ. സന്തോഷിക്കുന്ന എല്ലാ ഇടർച്ചകളും എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വേണ്ടി നിൽപ്പാൻ എല്ലാവരും ഒരുക്കണമേ. സകല മുഖത്ത് കൊടുക്കണ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.